രണ്ടെണ്ണം എപ്പോഴും അടി കൂടാന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു കൂട് ഞാൻ എപ്പോഴും സെറ്റ് ചെയ്ത് വെക്കും കേട്ടോ. രണ്ടാൾ നല്ല ഉറക്കത്തിലാണ്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയിട്ട് വരാം കേട്ടോ. പോയി വന്നപ്പോൾ വീട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ മേടിച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം 4 നമ്മൾ പുറത്തിറങ്ങിയത് ഈ ചെടികളായിട്ട് നടക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇവരെ പരിപാടി ഇപ്പം എന്താ, ശങ്കരി കണ്ട നമ്മൾ മേട്ടൂരെ പേടിപ്പിക്കുന്നത്. ഇവരൊക്കെ എത്ര വലുപ്പം സൈസൊക്കെ ഉണ്ടെന്നുള്ളൂ. പാവാണ് കേട്ടോ, കണ്ടില്ലേ? ശങ്കരി എടുത്തേക്ക് വരും തോറും മേട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. നല്ല പേടിയാണ് ശങ്കരിനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അവർ അമ്മാതിരി പരിപാടിയല്ലേ എടുക്കണേ. ഇതാട്ടോ ഞാൻ പുതിയതായിട്ട് വാങ്ങിയുള്ള ചെടികളൊക്കെ. ഇനി വരുന്ന വീഡിയോസിൽ കാണിച്ചു തരാനുണ്ടാവുമെന്നൊന്നും അറിയില്ല, കാരണം ഈ കുരുപ്പാളല്ല ഇത് ഇവിടെ നിൽക്കുന്നത്. പ്രത്യേകിച്ച് ചെറുതുങ്ങൾ ചെടികളൊക്കെ കടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇത് കൊണ്ടുവന്ന് വെച്ച ശേഷം ശങ്കരി ഇതിൻ്റെ അടുത്തേക്കൊന്നും പോകുന്നില്ല. പക്ഷേ ശങ്കരൻ അങ്ങനെയല്ല കേട്ടോ. എങ്ങനെയായാലും തപ്പി പിടിച്ച് ചെടീൻ്റെ അടുത്തേക്ക് പോവുകയും കടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ശങ്കരിക്ക് മുറ്റത്തൊരില കിട്ടുകയാണെങ്കിൽ അത് മതി കളിക്കുക എന്നുള്ളൊരു ഭാവമാണ് കേട്ടോ. ശങ്കരൻ എപ്പോൾ അതിൻ്റെ അടുത്തേക്ക് പോകുന്നു ആ സമയത്ത് തടയാനാണ് കുഞ്ഞൂസ് ശ്രമിക്കുന്നതെന്നൊക്കെ ഞാൻ തെറ്റിദ്ധരിച്ചു. അതൊന്നുമല്ല, അവളെ കഴുത്തിന് പിടിച്ച് കടിക്കാൻ വേണ്ടിയിട്ടാട്ടോ. ഈ കുട്ടി എന്താണെന്നറിയില്ല, ഇപ്പം കംപ്ലീറ്റ് നോട്ടം മുഴുവൻ ശങ്കരനെയാണ് കേട്ടോ. ശങ്കരൻ കുഞ്ഞൂസ് പ്രസവിച്ചതാണെന്ന് കുഞ്ഞൂസിനൊരു സംശയം ഉണ്ടോ എന്നുള്ള എനിക്കൊരു സംശയമുണ്ട് കേട്ടോ. എന്തായാലും നോക്കാം. ഏകദേശം കുറച്ച് ദിവസം വരെ എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടാവുള്ളൂ. കാരണം ആദ്യം ശങ്കരനെ എടുക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവൾ വലുതായപ്പോഴാണ് ആ ഉദ്ദേശം അവനങ്ങനെ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ പുറത്ത് പോയി വന്നപ്പോൾ വെയിറ്റിംഗ് മെഷീനൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നിനല്ല, അവരെ തൊക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. കൂട്ടത്തിൽ ഞാനൊന്ന് തോന്നി. അവർക്ക് വിര ഇളക്കുന്നതിന് അവരെ വെയിറ്റ് അനുസരിച്ചിട്ടാണ് മരുന്ന് കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കാര്യമായിട്ട് വാങ്ങിച്ചത്. ഇനിയിപ്പോൾ എന്തായാലും ഞാനും ശങ്കരനൊക്കെ ഇതുമ്പോൾ ഇറങ്ങുന്ന പരിപാടി ഉണ്ടാവില്ല. പിന്നെ വെയിറ്റൊക്കെ നോക്കി അവർക്ക് അനുസൃതമായിട്ടുള്ള മരുന്നും കാര്യങ്ങളൊക്കെ കൊടുത്തു കേട്ടോ. മരുന്നാണെങ്കിലും എന്താണെങ്കിലും രണ്ടിടത്തുനിന്നും അത്ര വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. മുഴുവനായിട്ട് കിട്ടാത്ത പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. എന്തായാലും അത് കൊടുത്തപ്പോൾ വലിയൊരു ഭാരം അങ്ങോട്ട് കഴിഞ്ഞു. പിന്നെ പുതിയൊരു ചീപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് മേട്ടിന് ചെയ്യപ്പോൾ നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചീപ്പ് മാത്രമല്ല, അവർക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ എന്തായാലും കംപ്ലീറ്റ് വീഡിയോസൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കും, മടുപ്പായതുകൊണ്ട് പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചാൽ. എന്തായാലും കംപ്ലീറ്റ് ഐറ്റംസിൻ്റെ വീഡിയോ എന്തായാലും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഞങ്ങളുടെ പരിപാടികളൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത ഘട്ടം ഇവർ ഉറക്കാന്നുള്ളത് ആദ്യം തന്നെ ശങ്കരനെ അങ്ങോട്ട് കൂട്ട് കയറ്റി. അങ്ങനെയാണെങ്കിൽ വലിയൊരു കാര്യം അങ്ങോട്ട് കഴിയും കേട്ടോ. ഇവരെ കയറ്റണ മുന്നേ ഇവരൊരു പുന്നാരിക്കൽ ഇപ്പോൾ ഒരു ശീലമായിട്ടുണ്ട് കേട്ടോ. കാരണം അകത്ത് 2 ഉള്ളതുകൊണ്ട് ഒരു രീതിയിലും ഇവർക്ക് വിഷമം ഉണ്ടാവാൻ പാടില്ലല്ലോ. മേട്ടു എപ്പോഴും സ്വാർത്ഥനാണ്. ഏട്ടൻ എപ്പോഴും അവനെ പിടിക്കണം എന്നുള്ളൊരു ഭാവമാട്ടോ അവനുള്ളത്. കുഞ്ഞൂസ് ആര് പിടിക്കുകയാണെന്നുണ്ടെങ്കിലും എന്നെ നോക്കിയിട്ട് എന്നെ ഒന്ന് രക്ഷിക്കുക എന്നുള്ളൊരു ഭാവമായിരിക്കും കേട്ടോ. പിന്നെ നേരെ അങ്ങോട്ട് കിടന്നെന്ന് പറഞ്ഞതും കുഞ്ഞൂസ് കിടക്കാനുള്ള സ്ഥലത്തേക്കും പോകും. പക്ഷെ മേട്ടു അങ്ങനെയല്ല കേട്ടോ. മേട്ടു എവിടെയല്ല കിടക്കുക, ഈ ഒരു ബാത്റൂമിലാട്ടോ. ബാത്റൂം അങ്ങനെ വൃത്തിയേടൊന്നുമല്ല കേട്ടോ, കാലിയായി നിൽക്കുകയാണ്. അവൻ കിടക്കൽ തന്നെ കാര്യമായിട്ടുള്ള പരിപാടി ഇവിടെ ഉള്ളത്. എന്താ ഇപ്പോൾ ചെയ്യുക, ഈ കുട്ടി എന്ത് വന്നാലും ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ബാത്റൂമിൽ തന്നെ കിടക്കണത്, പുറത്ത് പരിപാടിയായിട്ട്.